ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കെച്ചപ്പിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു എക്സ്റ്റീരിയർ ഡേ ആൻഡ് നൈറ്റ് റെൻഡറിങ് ആണ് ആവശ്യം എന്ന് പറഞ്ഞു. സോ നമ്മൾ ഡേ ആൻഡ് നൈറ്റ് റെൻഡറിങ് എങ്ങനെയാണ് V-Ray ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. മോഡലിങ്, അതായത് എക്സ്റ്റീരിയർ മോഡലിങ് ഇതിൽ ചെയ്യുന്നില്ല. ഞാൻ പ്രീ ബിൽഡായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എക്സ്റ്റീരിയർ എടുത്തിട്ട് അതിൽ നമ്മൾ ലൈറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് റെൻഡർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. സോ കുറച്ച് എന്താ പറയണ്ടേ, മോഡലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഇതിൽ ഫുള്ള് ലൈറ്റിങ് റെൻഡറിങ് മാത്രമേ വരുന്നുള്ളൂ. ഡേ നൈറ്റ് റെൻഡറിങ്, പിന്നെ നൈറ്റ് റൈറ്റ് റെൻഡറിങ്. ഡേ നൈറ്റ് ഈ ഒരു സീരീസ് ഫുള്ള് ഡേ നൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. എൻ്റെ പേര് സന്ദീപ്. വെൽക്കം ടു മൈ ചാനൽ ടു സ്പേസ് ഡിസൈൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡേ റെൻഡർ ചെയ്യാൻ പോകുന്ന സീന്. ഈ സീന് ഞാനിപ്പോൾ ചെയ്തൊരു വർക്കാണ്. ഒരു കണ്ണൂർ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ചെയ്തൊരു വർക്കാണ്. പണി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സീൻ ഫയൽ എനിക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ 3D വെയർഹൗസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സീൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാത്തവർക്ക്, എങ്ങനെയത് ഡൗൺലോഡ് ചെയ്യാമെന്ന് അറിയാത്തവർക്ക് ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. 3D വെയർഹൗസ് എന്ന് ടൈപ്പ് ചെയ്യുക. 3D വെയർഹൗസ്, ഇതാണ് 3D വെയർഹൗസ് എന്ന സൈറ്റ്. ഇവിടെ നിങ്ങളെ Gmail ID വെച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്യുക. ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ Gmail ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. സ്കെച്ചപ്പ് വഴി പോയി ലോഗിൻ ചെയ്യരുത്. കാരണം ഒറിജിനൽ സ്കെച്ചപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആവില്ല. രണ്ടാമത് പഴയ വേർഷനിൽ അത് സപ്പോർട്ട് ആവുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ വേർഷനിൽ, പുതിയ വേർഷനിലൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് 3D വെയർഹൗസിൽ കയറിയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ പോയിട്ട് തന്നെ എടുക്കുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഹൗസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ പലതരത്തിലുള്ള മോഡൽസ് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഡൗൺലോഡ് ചെയ്യാം. ഇനി അതല്ല എക്സ്റ്റീരിയറിന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള എക്സ്റ്റീരിയർ വരും. പിന്നെ ബിൽഡിംഗ് എന്നോ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ബിൽഡിംഗ് ടൈപ്പ് ചെയ്യാം, എക്സ്റ്റീരിയറിന് ടൈപ്പ് ചെയ്യാം, ഹോം ടൈപ്പ് ചെയ്യാം, ഹൗസ് എന്ന് ടൈപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. കേരള ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഒരുപാട് വീടുകളുടെ മോഡൽസ് ഇതിൽ കിട്ടും. ഒരുപാട് മോഡലുകളുണ്ട്. ഇതൊക്കെ എൻ്റെ മോഡൽ തന്നെയാണ്. ഞാൻ ചെയ്തു വെച്ച കുറച്ച് മോഡൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഒരുപാട് ടൈപ്പ് മോഡലുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചതാണ്. അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഏത് മോഡൽ വേണ്ടിക്കലും എടുത്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ വീടുകൾ നിങ്ങൾ 3D ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സോ ഒരുപാട് മോഡലുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് നമ്മളെ മോഡൽ ഇതാണ്, ഞാൻ ചെയ്ത് വെച്ച മോഡൽ. ഇതിലെങ്ങനെയാണ് ലൈറ്റ് ചെയ്ത് റെൻഡർ ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്ലാൻസ്, അതേപോലെ തന്നെ ട്രീക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ലൂപ്പ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലഗിനാണ്. ഇതാണ് പ്ലഗിന്. ലൂപ്പ് വർക്ക് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലഗിന് ഞാൻ എൻ്റെ ഗൂഗിൾ ഡ്രൈവിലാക്കിയിട്ട് ഈ ലിങ്കിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർക്ക് അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള യൂട്യൂബ് വീഡിയോ ഉണ്ട്. ഞാൻ ചെയ്തതല്ല, വേറെ ആരോ ചെയ്തതാണ്. ആ വീഡിയോ എന്നാണ് ഞാനും ഇൻസ്റ്റാൾ ചെയ്തത്. ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ അതേപോലെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൽ ഒരുപാട് പ്ലാൻസ് പ്രീ ബിൽഡായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഈ പ്ലാന്റുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്റ്റീരിയർ മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ഒരു 2, 3, 4 പ്ലാന്റുകൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോഷോപ്പിൽ ചേഞ്ച് ചെയ്യാറാണ് പതിവ്. കാരണം ഞാൻ അധികം സ്കെച്ചപ്പിൽ ഔട്ട് എടുക്കാറേ ഇല്ല. കാരണം ഞാൻ സ്കെച്ചപ്പിൽ
എക്സ്റ്റീരിയർ റെൻഡർ ചെയ്യാറില്ല. ആദ്യമൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ചെയ്യുന്നത് ഒന്നുകിൽ ലൂമിയോണിൽ ചെയ്യും, അല്ലെങ്കിൽ D5 റെൻഡറിൽ ചെയ്യും, അല്ലെങ്കിൽ എൻസ്കേപ്പ് ചെയ്യും. എൻസ്കേപ്പിലും D5 റെൻഡറിലുമാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എൻസ്കേപ്പിൽ കുറച്ചും കൂടി എനിക്ക് എന്താ പറയുക, ഔട്ട് എൻസ്കേപ്പിലും D5ലും കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. ലൂമിയോൺ ബെസ്റ്റാണ്, പക്ഷെങ്കിൽ ലൂമിയോൺ എന്താ പറയുക, ലൂമിയോണിൽ അത് ഒരു എഫക്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് കളിച്ചു നോക്കി. അതുകൊണ്ട് ഞാൻ തൽക്കാലം ലൂമിയോണിനെ അവിടെ വിട്ടു. ഇതിൽ ഒരുപാട് ഞാൻ ഒരുപാട് ടൈപ്പിൽ ഞാൻ ചെയ്തു നോക്കി. ലാസ്റ്റ് എനിക്ക് എൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ കിട്ടിയത് എൻസ്കേപ്പ്. ഇത് ഞാൻ എൻസ്കേപ്പിൽ റെൻഡർ ചെയ്ത ഒരു എക്സ്റ്റീരിയറാണ്. ഇതേപോലത്തെ എഫക്റ്റ് നിങ്ങൾക്കും എൻസ്കേപ്പിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം എൻസ്കേപ്പ് എന്താ പറയണ്ടേ, അത്ര വലിയ ഹെവി സോഫ്റ്റ്വെയർ ഒന്നും അല്ലെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഗ്രാഫിക് കാർഡാണ് മെയിനായിട്ട് എടുക്കുന്നത്. സോ ഗ്രാഫിക് കാർഡ് നിങ്ങൾക്ക് നല്ല ഗ്രാഫിക് കാർഡ് ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി. കാരണം ഗ്രാഫിക് കാർഡ് നല്ലതല്ല. RTXോ അല്ലെങ്കിൽ GTXൻ്റെയോ നല്ല ഗ്രാഫിക് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം എടുക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത്രമാത്രമേ ഇത് കാര്യമായിട്ടുള്ളൂ. പിന്നെ ഞാനിപ്പം ഇന്നലെയാണ് ശരിക്കും D5 റെൻഡർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇന്നലെ ഞാൻ ഒരു വീട് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്തിരുന്നു. ഇതാണ് ആ വീട്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന അതേ വീട് തന്നെയാണ്, അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഈ കാണിച്ചത്. സെയിം ഈ വീട് തന്നെയാണ്, ആ വീടിൻ്റെ വേറൊരു ഓപ്ഷനായിരുന്നു ഇത് ഞാൻ D5 റെൻഡർ വെച്ചിട്ട് റെൻഡർ ചെയ്തതാണ്. ഇത് RTXൻ്റെ കാർഡിൽ മാത്രമേ D5 റെൻഡർ റണ്ണാവുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം നിങ്ങളോട് അതിനെപ്പറ്റി പറയുന്നില്ല. കാരണം RTXൻ്റെ കാർഡൊന്നും എല്ലാവരും അടുത്തുമില്ല. നമ്മളെ ഗ്രൂപ്പിലും ഇത് കാണുന്നതിലും കുറേ ആൾക്കാർ കോർ ടു ഡു പ്രോസസ്സറൊക്കെ, ഇപ്പോൾ വിഷ്ണു ഒക്കെ ഇപ്പോഴാണ് പുതിയ സിസ്റ്റം എടുത്തത്. അതിന് മുന്നിട്ട് അവൻ കോർ ടു ഡ്യൂവിൻ്റെ സിസ്റ്റമൊക്കെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് ചെറിയ ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന. അവർക്കൊന്നും ഇതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാനത് ചെയ്തിട്ട് കാണിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ സെപ്പറേറ്റായിട്ട് ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ D5 റെൻഡർ എന്താണ്, അല്ലെങ്കിൽ എൻസ്കേപ്പ് എന്താണെന്നുള്ള ഒരു ട്യൂട്ടോറിയൽ സെപ്പറേറ്റായിട്ട് ചെയ്തു തരാം. അപ്പം ഇതാണ് നമ്മുടെ ലൂബ് വർക്ക്. ലൂബ് വർക്കിൽ ഇൻസ്റ്റാളേഷൻ മെത്തേഡ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഞാൻ ഒരുപാട് പറഞ്ഞ് കത്തിയാക്കി ബോറാക്കി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ വ്യൂ ഒന്ന് സെറ്റ് ചെയ്യണം. അത് റേഷ്യോ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ റെൻഡർ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സേവ് ഫ്രെയിം എന്ന് പറഞ്ഞൊരു സാധനം കാണാം. ഇതാണ് സേവ് ഫ്രെയിം. അപ്പോൾ ഈ സേവ് ഫ്രെയിം നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ രണ്ട് സൈഡിൽ ഒരു ഗ്രേ കളർ ബാർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗ്രേൻ്റെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഗ്രേയും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഗ്രേയും നിങ്ങൾക്ക് റെൻഡറിൽ വരില്ല. നിങ്ങൾ ഔട്ട്പുട്ട് ഏരിയ ഇത് ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ഇത്രയും ഭാഗം മാത്രമായിരിക്കും നിങ്ങളെ ഔട്ട്പുട്ട് ഏരിയ. ഈ രണ്ട് ഭാഗവും നിങ്ങൾക്ക് ഒരിക്കലും റെൻഡറിൽ വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വ്യൂ കാണുന്ന സ്ഥലത്ത് നമ്മൾ ക്യാമറ മൂവ് ചെയ്ത് വെച്ചു. ഏകദേശം ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ അതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഫീൽഡ് ഓഫ് വ്യൂ ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിടത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം 46.65 ഡിഗ്രിയിലാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ ഉള്ളത്. നമുക്ക് 45 ഒന്നും വേണ്ട, നമുക്ക് ശരിക്കും ഒരു 32 ആ ഒരു റേഞ്ച് മതി. സോ ഞാൻ 32 കൊടുത്തു. അപ്പം നമ്മുടെ വ്യൂ ആ ഒരു റേഞ്ചിലേക്ക് മാറി. ഇനി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു. അപ്പം നമ്മൾ ശരിക്കും ഒരാൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 ആണ് നമ്മുടെ ഐൻ്റെ ലെവല്. ആ ഐ ലെവലിലായിരിക്കണം ഒരാൾ നിന്ന് കഴിഞ്ഞാൽ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ്ഡ് ക്യാമറ എഫക്റ്റ് ഇത് ഞാൻ പാർട്ടുണ്ട്. ഈ ടൂളിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ അഡ്വാൻസ്ഡ് ക്യാമറ ടൂൾ. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്യാമറയിൽ ഫസ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ക്യാമറ നെയിം ചോദിക്കും. ഫസ്റ്റ് വ്യൂ ആണ്. അപ്പം ഞാനിവിടെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേര് കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നെയിം ലെഫ്റ്റ് സൈഡ് വ്യൂ, ഫോർമാറ്റ് സ്ക്രീന്, ഹൈറ്റ് 1317,
ടിൽറ്റ് 2.2 ഡിഗ്രി, റോള് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസ്പെക്ട് റേഷ്യോ എത്രയാണ്, 1.25 ആണ് ആസ്പെക്ട് റേഷ്യോ. അതേപോലെ ഇമേജ് വിത്ത് എത്രയാണ്, സ്ക്രീൻ എത്രയാണ്, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൈറ്റ് 1317, അതായത് 131 സെൻറ്റിമീറ്ററിലാണ് ഇപ്പോൾ ക്യാമറേൻ്റെ ലെവൽ നിൽക്കുന്നത്. നമുക്ക് 1500 വെക്കണമെന്നുണ്ടെങ്കിൽ 1500 കൊടുത്തു കഴിഞ്ഞാൽ കണ്ട, അപ്പോൾ നമ്മുടെ ക്യാമറ കുറച്ചുകൂടെ മുകളിലേക്ക് പോയി. ഇനി നമുക്ക് ഈ ആംഗിളിൽ നിന്ന് ഇങ്ങോട്ടോ ലെഫ്റ്റോ റൈറ്റോ പാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പാനാവുന്നത്. രണ്ട് സൈഡിലേക്കും നമ്മുടെ ക്യാമറ പാനാവും. ഇപ്പം നമ്മുടെ ആംഗിള് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് പെർസ്പെക്റ്റീവ് വ്യൂവിലേക്കാണ് മാറ്റേണ്ടത്. അതായത് 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വ്യൂവിലേക്ക് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ പോയിട്ട് ഇവിടെ 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഉള്ളതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വ്യൂവിലേക്ക് ചേഞ്ച് ആവും. അങ്ങനെ ശരിക്കും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ലെഫ്റ്റ് വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ആ വ്യൂ കറക്റ്റായിട്ട് അവിടെ തന്നെ വന്നിട്ടുണ്ട്. സോ നമ്മുടെ വ്യൂ ഇപ്പം സെറ്റായി. ക്യാമറ എങ്ങനെയാണ് സെറ്റാക്കുക എന്ന് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇങ്ങനെയാണ് ക്യാമറ സെറ്റ് ചെയ്യുക. സോ നമ്മുടെ ക്യാമറ സെറ്റായി. ഇനി നമുക്ക് വേണ്ടുന്നത് എന്നാ, ഇവിടെ പ്ലാൻസ് വെക്കണം. അപ്പോൾ ഇത്രയും ഏരിയ നമ്മുടേത് കവറിൽ പോയി. ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത്രയും ഭാഗത്ത് നമുക്ക് പ്ലാന്റിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്നത് ഇവിടെയും ഈ ഏരിയയിൽ വരുന്നുണ്ട്, ഇതിൻ്റെ പുറകിൽ വരും, ഈ ഭാഗത്ത് വരും. ഇത്രയും ഭാഗത്താണ് നമുക്ക് പ്ലാന്റിൻ്റെ ആവശ്യം വരുന്നത്. സോ നമുക്ക് ലൂപ്പ് ബാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 2-3 പ്ലാന്റുകൾ ഒന്നെടുക്കാം. ഈ ഒരു പ്ലാന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്ലാന്റിനെ ഇവിടെ കൊണ്ടുപോയി വെച്ചു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരാളുടെ ഹൈറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാന്റിന്, ഈ മരത്തിന്, ട്രീക്ക് ഇത്രയും ഹൈറ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഇത് നിന്ന് കഴിഞ്ഞാൽ ഒരാളെക്കാട്ടും ഹൈറ്റ് ഉണ്ടാവും. അങ്ങനെ ഓരോ പ്ലാന്റിനും ഓരോ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അത് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ പ്ലാന്റ് ഇവിടെ കൊടുത്തു. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് വേറൊരു പ്ലാന്റ് വേണം. സോ ഞാൻ ഇവിടെ വേറൊരു പ്ലാന്റ് നമുക്ക് നോക്കാം. ഈ ഒരു പ്ലാന്റ് എടുക്കാം. റീപ്ലേസ് ദ കറണ്ട് സെലക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. കാരണം നമ്മളിത് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടാണ് രണ്ടാമത്തൊരു പ്ലാന്റ് സെലക്ട് ചെയ്തു. സോ അതിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ അതിനെ നോ കൊടുത്തതിന് ശേഷം നമ്മൾ ആ പ്ലാന്റ് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് പുറകിലേക്ക് തള്ളി വെച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രയാണ് നമ്മുടെ ഏരിയ. ഇവിടെ നമ്മൾ ട്രീ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ട്രീ ഉണ്ട്. ഈ ട്രീ കുറച്ച് പുറകോട്ടാണ്. ഈ ഭാഗത്ത് ഫുള്ള് വെളിച്ചാണ്. ഓക്കെ. പിന്നെ ഇതിനകത്തുള്ള കുറ്റങ്ങളാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തൊരു കുറ്റം വരുന്നത്? പിന്നെ ലൈറ്റ്, ഈ സൺലൈറ്റ് ബോറാണ്. സംഭവം ഏകദേശം എല്ലാം ബോർ തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മളെ പ്ലേസിങ്ങിലൊക്കെ നമ്മളൊന്ന് നോക്കുക, കറക്റ്റാണ്. ചില സമയം മരമൊക്കെ എയറിലുണ്ടാവുക. ഇപ്പം ഇപ്പം ലാസ്റ്റ് ചെയ്ത വർക്ക് പോലും മരം എയറിലായിരുന്നു. അത് നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് അത് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ സംഭവം ഇനി നമുക്കൊന്ന് അഡ്ജസ്റ്റ്, ഒരു ചെറിയ ട്യൂക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ തൽക്കാലം ഞാൻ ഇതിനൊന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ആദ്യം ഇതിൻ്റെ ലൈറ്റിംഗ് ശരിയാക്കാം. സോ നമ്മളിതിൻ്റെ മെറ്റീരിയൽസ് ഇതിന് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ലൈറ്റിംഗ് നോക്കാം. ഫസ്റ്റ് അസറ്റ് ലൈബ്രറി എടുക്കുക. അസറ്റ് ലൈബ്രറി എടുത്തതിന് ശേഷം നമ്മൾ ലൈറ്റിൽ വരിക. ഇവിടെ സൺലൈറ്റ് മാത്രമേ ഉള്ളൂ. ശരിക്കും നമുക്ക് സൺലൈറ്റിൽ മാത്രം വെച്ച് റെൻഡർ ചെയ്യാം. പക്ഷെ പല ആൾക്കാർക്കും പ്രശ്നം വരുന്ന റെഡ് കളറായി പോകുന്നു. ആ ഒരു എപ്പോഴും ഈ മോർണിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനൊരു ഈവനിങ്ങിൻ്റെ എഫക്റ്റാണ് വരുന്നത്. അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഈ സൺലൈറ്റിൽ
പ്ലേ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഒറ്റ ഒരു സൺലൈറ്റ് മാത്രം കൊടുത്ത് അതിൽ തന്നെ അങ്ങ് വർക്ക് ചെയ്യരുത്. അതിൻ്റെ മോഡുകൾ, കളറ്, ഫിൽറ്ററുകൾ ഒക്കെ മാറ്റി നോക്കുക. പല രീതിയിലുള്ള ഫിൽറ്റേഴ്സ് വെച്ചിട്ട് ഇതിൽ തന്നെ സ്കൈ മോഡൽസ് 3 ടൈപ്പ് സ്കൈ മോഡൽസ്, 4 ടൈപ്പ് സ്കൈ മോഡൽസ് ഉണ്ട്. അത് വെച്ചിട്ട് നോക്കുക. അങ്ങനെ ഒരുപാട് ടൈം നമ്മൾ ഇതിൻ്റെ അകത്തൊന്ന് കളിച്ച് നോക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുള്ളൂ. ഈ ഓസോൺ എന്താണ്, ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ കാണിച്ചു തരും. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പ്രിവ്യൂ എന്താണ്, ഇതെന്താണ് എന്നുള്ളത് കാണിച്ചു തരും. ഇപ്പോൾ ഇത് വാം ലൈറ്റ് ആണെങ്കിൽ ഇത് ഫുള്ളാക്കി കഴിഞ്ഞാൽ അതൊരു ന്യൂട്രൽ ലൈറ്റിലേക്ക് മാറും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. സണ്ണിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് നമ്മളെ ഈ ഇൻറ്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് ഇതിൻ്റെ വെളിച്ചം കൂടും കുറയും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം ഞാനിതിൽ സൺലൈറ്റ് അല്ല ഉപയോഗിക്കുന്നത്, ഞാനിതിന് HDR ലൈറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഞാനിതിൻ്റെ സൺലൈറ്റ് ഓഫ് ചെയ്തു. അടുത്ത് ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് ഒരു HDRI ലൈറ്റ് ഞാനിവിടെ പ്ലേസ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു HDRI നമ്മളിവിടെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3ds Maxൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് HDRI മാപ്പ് നമ്മൾ 3ds എൻവോയ്മെൻറ്റ് മാപ്പായിട്ടാണ് ചില ആൾക്കാർ കൊടുത്തിരുന്നത്. പിന്നെ ഡോം ലൈറ്റിലും കൊടുക്കും. അപ്പോൾ ഡോം ലൈറ്റ് തന്നെയാണ് ഇതിലും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ നിന്ന് ഡോം ക്ലിക്ക് ചെയ്തു, ഇവിടത്തേക്ക് വെച്ചു. ഈ ഡോമിൽ നമ്മൾ ഇവിടെ ഡോം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ ഡോമിൽ നമ്മൾ HDRI മാപ്പ് അപ്ലൈ ചെയ്യാൻ പോവാണ്. HDRI മാപ്പ് ഒരുപാട് ടൈപ്പ് മാപ്പുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് HDRI മാപ്പ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൈറ്റ് കാണിച്ചു തരാം. ആ ലിങ്കും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ HDRIHub.com ഈ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും HDRI നിങ്ങൾക്ക് ഹൈ റെസൊല്യൂഷൻ HDRI നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഇത് 3000 by 5000 അടുത്തുണ്ട്. ഇത് 8K റെസൊല്യൂഷനാണ്. ഇത് 3K റെസൊല്യൂഷൻ, 4K റെസൊല്യൂഷനിലുണ്ട്, 6K ഉണ്ട്. പല ടൈപ്പ് റെസൊല്യൂഷനിലുള്ള സാധനം ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു HDRI ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. നമുക്ക് ഈ ഫസ്റ്റത്തത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് പോവുക, എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഈ HDRIയുടെ ഡൗൺലോഡ് ആവും. 16 MB 18 MB അത്രയൊക്കെ ഉള്ളൂ ഈ സാധനം. സോ ഇവിടെ വന്നിട്ട് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഷോ HDRI കൊടുത്തു, ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തു ഇവിടെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നമുക്കിതിൽ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡിൽ വരിക. ഇതിൻ്റെ HDRI സ്കൈ ഉണ്ട്, സ്കൈൻ്റെ അകത്തുനിന്ന് HDRI ക്ലൗഡ്. ഇതാണ് നമ്മുടെ HDRI. 2 ഉണ്ടാവും. ഇത് ബ്ലറാണ്, ഇത് ബ്ലറില്ലാത്തതാണ്. നമുക്ക് ബ്ലറില്ലാത്തത് തന്നെ എടുക്കാം. HDRI ഇട്ടു, ഇനി പുറകോട്ടേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ഹെമിസ്ഫിയർ എന്ന് കാണാം. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഉണ്ടാവുള്ളൂ, പകുതി ബ്ലാക്ക് ആയിരിക്കും. ഇതിന് താഴോട്ട് ബ്ലാക്കും ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ HDRI ഉണ്ടാകുക. സോ സ്പിയറിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രൗണ്ടും കൂടെ വരും. ഇപ്പം നമുക്ക് ഗ്രൗണ്ടും കൂടെ ഇതിൻ്റെ അകത്ത് വിസിബിൾ ആയിരിക്കും. സോ അടുത്തത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം. ഞാനിപ്പോൾ ഇവിടെ ഒരു 60 ഇൻറ്റൻസിറ്റി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കിവിടെ ഭയങ്കര പ്രകാശമുള്ളതായിട്ട് കാണിക്കും. അത് പ്രശ്നമില്ല, കാരണം നമ്മൾ എക്സ്റ്റീരിയറാണ് റെൻഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ക്യാമറ സെറ്റിങ്സിൽ ഇവിടെ നമ്മൾ 300 എന്നുള്ളത് 100ലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ISO 100 ആണ്, ആർപ്പേച്ചർ 8 ആണ്, ഷട്ടർ സ്പീഡ് 100 ആണ്. അടുത്ത നമ്മുടെ ഇമേജ് വിത്ത് ഹൈറ്റ് ഞാനിവിടെ 1500 കൊടുത്തു, 1200 5:4 ലാൻഡ്സ്കേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ പല രീതിയിലുള്ള റേഷ്യോസ് ഉണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ക്വാളിറ്റി മീഡിയം തന്നെയാണ് വെച്ചിട്ടുള്ളത്. പ്രോഗ്രസീവ് റെൻഡറിലാണുള്ളത്. പിന്നെ ഗ്ലോബൽ ഇലുമിനേഷൻ, ബ്രൂട്ട് ഫോഴ്സ് ആൻഡ് ലൈറ്റ് ഷേഷാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. എൻവോയ്മെൻറ്റിലായിട്ട് ഞാനിവിടെ ഓൾറെഡി ടെക്സ്ചർ സ്ലോട്ടിൻ്റെ അടുത്ത് സ്കൈ ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ നമുക്ക് വേണ്ടുന്നത് ഈ സെയിം HDR ആണ്. സോ ഞാനിവിടെ വന്നിട്ട് ഈ ഡോം ലൈറ്റിൻ്റെ അതുള്ള HDR കോപ്പി ചെയ്തിട്ട് അതേപോലെ തന്നെ കൊണ്ടുപോയിട്ട് സെറ്റിങ്സിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ പേസ്റ്റ് ആസ് എ ഇൻസ്റ്റൻസ് കൊടുത്തു. ഇൻസ്റ്റൻസ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ എന്ത് ചേഞ്ചസ് ലൈറ്റിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും കൂടി അത് എഫക്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആ ഇൻസ്റ്റൻസ് കൊടുത്തത്. ഈ 1 എന്നുള്ള എടുക്കുക, ഞാൻ 5 എന്ന് കൊടുത്തു. കാരണം അതിൻ്റെ ലൈറ്റിൻ്റെ വാല്യൂ 5 മടങ്ങാക്കിയിട്ട് വർദ്ധിപ്പിച്ചു. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് റെൻഡർ അടിച്ച് നോക്കാം.
ഓക്കെ. ഇപ്പം നല്ല വെളിച്ചമുണ്ട്. നല്ല ഹെവി ആയിട്ട് വെളിച്ചടിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഫോഴ്സ് കളർ ക്ലാമ്പ്, കളർ ക്ലാമ്പിങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ലൈറ്റ് അടിച്ച് കയറിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഫോഴ്സ് കളർ കുറച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കളർ കുറയുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ പ്രശ്നമല്ല ശരിക്ക്. നമ്മളെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ലൈറ്റിങ്ങിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഈ 5 ഉള്ളത് ഒന്ന് 4 ആക്കി വെച്ചാൽ മതി. അതാണ് മെയിനായിട്ടുള്ളത്. കുറച്ച് അധികമായി പോയതാണ്. പിന്നെ റെൻഡറിങ്ങിൽ നമുക്ക് ഭയങ്കരമായ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഫൈനൽ റെൻഡർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ബ്രൂട്ട് ഫോഴ്സ് മാറ്റിയിട്ട് ലൈറ്റ് കാഷിലേക്ക് മാറ്റാൻ പോകുന്നത്. ബ്രൂട്ട് ഫോഴ്സ് ലൈറ്റ് കാഷും എന്തെന്നാണ്, ബ്രൂട്ട് ഫോഴ്സ് ഇറിഡിയൻസ് മാപ്പും എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാണ്. ബ്രൂട്ട് ഫോഴ്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെപ്ത്ത്, അതേപോലെ തന്നെ ആംബിയൻ്റ് ഒക്ലൂഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് കോർണറിലൊക്കെ ഒരു ബ്ലാക്ക് കളറിൽ ഒരു ഷാഡോ വരുന്ന സാധനം, അതൊക്കെ ബ്രൂട്ട് ഫോഴ്സിൽ ക്ലീനായിട്ട് വരും. പക്ഷേങ്കിൽ റെൻഡറിങ് ടൈം എന്ന് വെച്ചാൽ ഹെവി ടൈമിംഗ് ആയിരിക്കും. നേരെ നമ്മൾ ഇറിഡിയൻസ് മാപ്പിലേക്ക് മാറ്റുകയാണെങ്കിൽ സംഭവം വളരെ സ്പീഡായിട്ട് സ്മൂത്തായിട്ട് റെൻഡറാവും. പക്ഷേങ്കിൽ ഈ ഡീറ്റെയിൽ വരുന്ന ഭാഗങ്ങളിലുള്ള എല്ലാ ഭാഗങ്ങളും അത് ഫ്ലാറ്റാക്കി കളയും. പക്ഷേങ്കിൽ അത്ര വലിയ റിയലിസ്റ്റിക് ആയിട്ടൊന്നും റെൻഡർ ചെയ്യേണ്ടെന്നുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇറിഡിയൻസ് മാപ്പ് തന്നെ മതി. ബ്രൂട്ട് ഫോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാവർക്കും സിസ്റ്റം ഹെവിയൊന്നും ആയിരിക്കില്ല, എല്ലാവർക്കും റെൻഡറിങ് ടൈമും ഒരുപോലെ ആയിരിക്കില്ല. സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റിൻ്റെ വാല്യൂ അത്രയൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു 20,000 30,000 രൂപ വാങ്ങിച്ചിട്ട് ഒരു എക്സ്റ്റീരിയർ ചെയ്യുന്ന ആൾ ഈ ബ്രൂട്ട് ഫോഴ്സ് ഇട്ടിട്ട് തന്നെ റെൻഡർ ചെയ്യണം. അപ്പോഴാണ് അവന് അതിൻ്റെ ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നേരെ മറിച്ച് 2,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരുത്തന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അവൻ ഇറിഡിയൻസ് മാപ്പിലിട്ടിട്ട് ഫ്ലാറ്റാക്കി അടിച്ചു കഴിഞ്ഞാലും കാണുന്ന ആൾക്കാർക്ക് ഇതെന്താ സംഭവം എന്ന് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. ക്ലയൻറ്റിന് ഒരിക്കലും മനസ്സിലാവില്ല ഇതെന്താ സംഭവം എന്ന്. അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഓവറോൾ ലുക്കിൽ അവർ ഹാപ്പി ആയിരിക്കും. പക്ഷേ നമ്മൾ പോലത്തെ 3D ഡിസൈനർമാർക്ക് മാത്രമാണ് ഇതിൻ്റെ ഫോൾട്ടുകൾ മനസ്സിലാവുള്ളൂ കണ്ടു കഴിഞ്ഞാൽ. സോ ഇപ്പം ഞാൻ ബ്രൂട്ട് ഫോഴ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് കേസ് നമ്മൾ ഇതൊന്നും കൂടെ നമുക്ക് റെൻഡർ ചെയ്യാം. ജസ്റ്റ് ഒന്നുകൂടെ റെൻഡർ ചെയ്യാം. അതിന് മുന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിലിപ്പം നമ്മൾ മെറ്റീരിയൽ ഞാനൊന്നും കൊടുത്തിട്ടില്ല. ഇത് ഫുള്ള് വൈറ്റ് കളറ് ബ്ലാങ്ക് ആണ്. കാരണം ഞാനൊരു മെറ്റീരിയലും കൊടുത്തിട്ടില്ല. സോ ഞാനിത് ഒരു മെറ്റീരിയൽ ഞാനിതിൽ അപ്ലൈ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാനൊരു ഒരു മെറ്റീരിയൽ ഇപ്പം നമുക്ക് ഇതിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കാം മെറ്റീരിയൽ. സോ ഇതിൻ്റെ മെറ്റീരിയൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൾ പെയിൻറ്റ് ഗ്രെയിൻസ് വൈറ്റ്. സോ നമുക്ക് പുതിയൊരു മെറ്റീരിയൽ ആഡ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഇതിൽ ഒരു കളർ ആഡ് ചെയ്യാം. ഈ കളർ ആഡ് ചെയ്തു. അതിനുശേഷം മെറ്റീരിയൽ എഡിറ്റർ വരിക, മെറ്റീരിയൽ എഡിറ്റർ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ കളർ അപ്ലൈ ചെയ്ത കളർ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത കളറിൽ കാണാം. ഈ കളറിൽ ഞാൻ ഡിഫ്യൂസ് വെറും വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തു. വൈറ്റിലെ ഒരു ലൈറ്റ് ഹാഷ്. കാരണം എപ്പോഴും പ്യുവർ വൈറ്റ് കൊടുക്കരുത്, റിഫ്ലക്റ്റ് അടിക്കും. പിന്നെ ഇതിൽ റിഫ്ലക്ഷൻ ഒരു 30% റിഫ്ലക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഗ്ലോസിനെസ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബമ്പാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. ബമ്പ് മാപ്പിൻ്റെ അകത്ത് ഈ മാപ്പിൽ ബിറ്റ് മാപ്പ് ഓക്കെ, ഇതേപോലത്തെ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും നെറ്റിൽ. ഇതാണ് നമ്മുടെ ആ ഒരു വാളിൻ്റെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു എഫക്റ്റ് വരുന്നത്. പെയിൻ്റ് അല്ല, ശരിക്കും ഒരു കോൺക്രീറ്റിൻ്റെ മേലെ വരുന്ന ഒരു എഫക്റ്റാണ്. സോ ഞാൻ ഇതാണ് ബമ്പായിട്ട് കൊടുക്കാൻ പോകുന്നത്. സോ നമുക്കിത് ചൂസ് ചെയ്യാം. ഞാനിതെടുത്തു. ഇപ്പം നിങ്ങൾക്ക് ബമ്പ് മാപ്പ് റെഡി. ഇവിടെ കാണാൻ പറ്റും ബമ്പ് ലൈറ്റ് ആയിട്ടുണ്ട്. ഇതിനെ 0.2 അല്ലെങ്കിൽ 5 വേണ്ട 0.3 ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ കുറച്ചും കൂടി ഒന്ന് ഹൈ ആക്കി വെച്ചാൽ മതി. അപ്പം ഒരു ഓക്കെ, ഇത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് ആ മെറ്റീരിയൽ കൊടുത്തു. ഈ സെയിം മെറ്റീരിയലിനെയാണ് ബാക്കി ഫുള്ളായിട്ട് ഈ വീടിന് അപ്ലൈ ചെയ്യുന്നത്. സോ അത് ഇതിനൊക്കെ അപ്ലൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഈ ഭാഗത്താണ്. ഈ ഭാഗത്തിന് കൊടുക്കുന്ന മെറ്റീരിയൽ സെയിം ആ പെയിൻ്റ് തന്നെ ഫിനിഷ് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ കുറച്ചൊന്ന് അതിൻ്റെ ഗ്ലോസിനെസ് മാത്രം ഒന്ന് കൂട്ടി വെക്കുക.
അത്രയേ ഉള്ളൂ, വേറെ ഇതിൽ മാറ്റമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഗ്ലോസി, അതിൻ്റെ ഒരു ഗ്ലോസിനെസ് അതിന് കൂട്ടി വെച്ചു. പിന്നെ ഈ കാണുന്ന ഫ്ലോറിന് ഞാൻ കൊടുക്കുന്നത് ഒരു ഇതാണ് നമ്മുടെ ഗ്രാനൈറ്റ് എഫക്റ്റാണ്. അപ്പം ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറ് വരും. ആ കളറിൽ ഡിഫ്യൂസ് കളറായിട്ട് നമുക്ക് ഒരു സ്റ്റോൺ കളറ് കൊടുക്കാം. ഒരു ഗ്രാനൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു എഫക്റ്റ്. ഒരുപാട് ഗ്രാനൈറ്റുകളുണ്ടാവും. മാർബിൾ, ഫണ്ടമെൻ്റൽ മാർബിൾ, PBR മാർബിൾ. ഓക്കെ, മാർബിളിൽ ഒരു ഓക്കെ ഈ ഒരു എഫക്റ്റ് കൊടുക്കാം. മാർബിൾ കൊടുത്തു. അതേപോലെ തന്നെ റിഫ്ലക്ഷൻ മാത്രം കുറച്ചൊന്ന് ഹൈ ആയിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സ്കെയിൽ ചെയ്യുന്നിടത്ത് അത് നോക്കിയിട്ട് സ്കെയിൽ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഈ മാർബിൾ ടെക്സ്ചർ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് സോറി ഓക്കെ, ഇതിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ മുന്നിലത്തെ ട്യൂട്ടോറിയലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ മാപ്പ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട ആൾക്കാരായിരിക്കും, അതുകൊണ്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ ഞാൻ മാർബിൾ ഇവിടെ അപ്ലൈ ചെയ്തു, അത് കോപ്പി ചെയ്തു. അതിന് ശേഷം ഓക്കെ, നമ്മൾ മാർബിൾ അപ്ലൈ ചെയ്തു. വ്യൂവിലേക്ക് ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വെച്ചു. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ വെളിച്ചടിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മരങ്ങളോ ഇലകളോ ഒന്നുമില്ല, ഡയറക്റ്റ് വരുന്ന സൺലൈറ്റ് കൊടുത്തേക്ക് വന്ന് അടിക്കുന്നതേ ഉള്ളൂ. നമുക്കിവിടെ മരം വെച്ച് വെക്കണം, എന്നാലേ ഇതിനകത്ത് നമുക്ക് ആ ഒരു റിയൽ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് വെക്കാം. വേറെ ഈ ഭാഗത്തൊന്നും പ്രശ്നമൊന്നും കാണുന്നില്ല. നമുക്കിനി ആ മരം ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. അതേപോലെ ഇവിടെ ഗ്രാസ് വേണം, അതും നമുക്ക് വെക്കാം. സോ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരം, ഇവിടെയുള്ള ഈ മരം കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെക്കാം. അതേപോലെ ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെയും വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്. ഇത് കോപ്പി ചെയ്തു. ഇനി നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് വെളിച്ചം വരും. സോ നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി കൂടെ ഇവിടുന്ന് എടുത്തിട്ട് ഏകദേശം ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുന്ന വെളിച്ചം ഇവിടെ തട്ടിയിട്ട് നമുക്ക് ബ്ലോക്കായി പോകും. നമുക്ക് വ്യൂവിൽ വന്നിട്ട് ഒന്നുകൂടെ അതൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം ഇവിടെ ഒന്നും ഒരു ബ്ലീച്ച് അധികമില്ല, അതെല്ലാം കുറഞ്ഞു. അപ്പം നമുക്ക് ഇനി ഇവിടെ പ്ലാന്റ്സ് വേണം, അതേപോലെ ഇതിൻ്റെ ബാക്കും ഒന്ന് ഫില്ല് ചെയ്യാം. സോ ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഫർ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഫറിൻ്റെ എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫർ വെച്ചിട്ടുണ്ട്. ഈ ഫറിൻ്റെ കൗണ്ടിങ് ഏരിയ ഒരു 4ലേക്ക് മാറ്റുക. സോറി, മലയാളമായിട്ടുണ്ട്. ഒരു 4ലേക്ക് മാറ്റുക. അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 4ൽ തന്നെയാണുള്ളത്. നമുക്ക് നോക്കാം 4ൽ എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് നോക്കാം. നമുക്കൊന്ന് ഈ
ഈ ഇത് ഗ്രൗണ്ട് ഏരിയ മാത്രം നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. സോ ഇത് ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പുല്ല് ഒരു ജാതി ഒരു ഉണങ്ങിയ ഫീലുള്ള ഒരു പുല്ല്. അപ്പം നമുക്ക് കുറച്ചും കൂടിയും കുറച്ച് ഗ്രീനിഷ് കളറിലുള്ള ആ, ഒരു പുല്ലിൻ്റെ എഫക്റ്റ്, അതായത് ഗ്രാസിൻ്റെ എഫക്റ്റ് കൊടുക്കണം. സോ നമുക്കിതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഗ്രാസിൻ്റെ ടെക്സ്ചർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് ഗ്രാസുകളുണ്ട്. അപ്പം നിങ്ങളെ കയ്യിൽ എത്രയാണ് ഗ്രാസിൻ്റെ ഒരു ടെക്സ്ചർ ഉള്ളത് അത് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഗ്രാസ് ഗ്രൗണ്ടിൻ്റെ ഉണ്ടോയെന്ന് വലിയ പിടുത്തമില്ല. ഒരു മിനിറ്റ്. ആ, ഗ്രൗണ്ട് ഉണ്ട്. ഇതിൽ നിന്നൊരു ഗ്രീനറി എടുത്തു. അപ്പോൾ ഇതിനി നമുക്കൊന്ന് റെൻഡർ ചെയ്യാം. അതിന് മുന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഫറിൽ പോയിട്ട് ഇതിൻ്റെ ഹൈറ്റ് 4 എന്നുള്ളത് ഒരു 6 അല്ലെങ്കിൽ 7ലേക്ക് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ റെൻഡർ ചെയ്യാം. ഓക്കെയാണ്. സോ നമ്മുടെ ഗ്രാസ് ഓക്കെയാണ്. ഇനി നമുക്ക് ഈ വ്യൂവിൽ വെക്കാം. വ്യൂവിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെന്താണ് പ്രശ്നമുള്ളത് നോക്കാം. ഇതിന് കുറച്ച് കാര്യങ്ങൾ പ്രശ്നം വരാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊന്ന് ശ്രദ്ധിച്ചോ. നമ്മൾ ഈ ഒരു ട്രീ അതിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വലുതാക്കണം. കാരണം അതിലൂടെ നമുക്കൊരു ഷാഡോ വരാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഈ ഭാഗത്തുള്ള ഒരു ട്രീനെ ഒന്ന് ചെറുങ്ങനെ വലുതാക്കുക. പിന്നെ അതിനൊന്ന് താഴോട്ടേക്ക് മൂവ് ചെയ്തിട്ട് ഹൈഡ് ചെയ്യും. അതേപോലെ ഈ ഭാഗത്തുള്ള ട്രീ അതിൽ നിന്ന് ഒരു ട്രീ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഈ ഈ ട്രീ തന്നെ എടുക്കാം. ഈ ട്രീ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെക്കാം. അതിനുശേഷം ഇതിനെ ഡ്രാഗ് ചെയ്ത് താഴോട്ടേക്കാക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ട്രീൻ്റെ ഒരു 5 or 6 കോപ്പീസ് ഇങ്ങനെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പലർക്കും തോന്നുന്നത് ബോറായിരിക്കും എന്ന്. പക്ഷേ അതിനൊരു ട്രിക്ക് ഉണ്ട്, അത് കാണിക്കേണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ കോപ്പി ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയാം, JHS പവർ ബാർ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. ഈ സാധനമാണ് JHS പവർ ബാർ. ഈ സാധനം ശരിക്കും ഈ ഒരു പ്ലഗിന് നിങ്ങൾക്ക് എനിക്കിപ്പോൾ തരാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിലില്ല, ഞാൻ ഡിലീറ്റ് ആക്കിപ്പോയി. ഇതിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്കെച്ചുക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ, ഇതിൽ സ്കെച്ചപ്പിൻ്റെ പ്ലഗിനൊക്കെ കിട്ടുന്ന ഒരു സൈറ്റാണ് സ്കെച്ചുക്കേഷൻ. ഇതിൽ പോവുക. ഇതിൽ പോയിട്ട് പുതിയൊരു രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ഇമെയിൽ ID വെച്ചിട്ടൊരു രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സോറി ഇതിൻ്റെ ഉള്ളിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ JHS ഇതിപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ JHS എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ വന്നിട്ട് JHS എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ടൂള് കിട്ടും, JHS പവർ ബാർ. ഈ സാധനം ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ വരും. നിങ്ങൾ സാൻവി ലോപ്പസ് സോറി നിങ്ങളെ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ ലോഗിൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പവർ ബാർ നിങ്ങൾക്ക് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ട്രീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ എല്ലാം സെയിം കോപ്പി എടുത്ത് വെച്ച പോലെ തന്നെ ഉണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റാൻഡം സ്കെയിൽ ആൻഡ് റൊട്ടേറ്റ് എന്നിട്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്രീയും റാൻഡമായിട്ട് സ്കെയിൽ ആവുകയും ചെയ്യും, റാൻഡമായിട്ട് റൊട്ടേറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് കുറച്ചൊന്ന് പുറകിലേക്ക് നീക്കി വെച്ചാൽ മതി. കാണാം അതിൻ്റെ പുറകിൽ ട്രീസൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ട്രീനെ ഒന്ന് മൂവ് ചെയ്തിട്ട് പുറകിലേക്ക് മൂവ് ചെയ്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ റെൻഡർ ചെയ്ത് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫില്ലായിട്ടുണ്ട്. അതേപോലെ എല്ലാം ഏകദേശം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് എനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ നേരത്തെ ഈ ക്യാമറയിൽ നിന്ന് മൂവ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ 1700 മാറിപ്പോയി. അത് നമുക്ക് കുറച്ചിട്ട് 1500 തന്നെ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് 1400 കൊടുക്കാം. കുറച്ചും കൂടി താഴ്ന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മൂവ് ചെയ്തിട്ട് സ്റ്റക്കായി ഒന്നിങ്ങനെ മൂവ് ചെയ്തിട്ട് ഓക്കെ, ഇത്രയും മതി. ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സീനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടത്തേക്ക് ക്യാമറ മാറും. ഇപ്പോൾ ഓക്കെയാണ്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് പ്ലാൻസ് വേണം. സോ ഇതിൽ നമുക്ക് പ്ലാൻസ് ഇല്ല. സംഭവത്തിൽ പ്ലാൻസ് വളരെ കുറവാണ്. അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു പ്ലാന്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഒരു പ്ലാന്റ് മാത്രം. ആ ഒരു പ്ലാന്റ് ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ സൈസ് ഇത്ര ഉണ്ട്. ഞാനൊന്ന് കുറച്ചിട്ട് അതിൻ്റെ സൈസ് സ്കെയിൽ ചെയ്തിട്ട് ഇവിടെ വെച്ചു. അതേപോലെ തന്നെ ആ ഒരു പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെയും വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ ബുഷസ് വേണം. ചെറിയ ബുഷ് പോലെയുള്ള ചെടികൾ. അത് ശരിക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളെ 3D വെയർഹൗസിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാൻ അതിന് നിൽക്കുന്നില്ല. അതിനുപകരം ഞാൻ ഈ ചെടി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ഒരു ചെടീനെ ഞാൻ ജസ്റ്റ് ഇതെല്ലാം നമ്മുടെ എന്താ പറയണ്ടേ, നമ്മളെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അല്ലാതെ നമ്മളെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. കാരണം സ്കെച്ചപ്പ് ആയതുകൊണ്ട് ഒരുപാട് ട്രീസൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ നേരെ നമ്മൾ 3D മാക്സ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ട്രീകളുണ്ട്. മാക്സ് ട്രീ എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നെയുണ്ട്. ഒരു ഫോറസ്റ്റ് പാക്കിൽ നമുക്ക് മാക്സ് ട്രീ വെച്ചിട്ട് ഒരു ഫോറസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്കെച്ചപ്പിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ട്രീ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. എനിക്കറിയില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്കും ഒന്ന് പറഞ്ഞു തരണം. ഇപ്പം ഞാനിവിടെ ഈ ട്രീ ലോഡാവുന്നില്ല. വേറെ ഏതെങ്കിലും എടുക്കാൻ നോക്കാം. ഒരു ബുഷ് ടൈപ്പ് ട്രീക്കായിരുന്നു ട്രൈ ചെയ്തത്, കിട്ടിയില്ല. സോ നമുക്ക് 3D വെയർഹൗസിൽ തന്നെ നോക്കാം. ഒരു ബുഷ് ടൈപ്പ് തീ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം 3D വെയർഹൗസിൽ ബുഷ് പ്ലാന്റ് എന്ന് ടൈപ്പ് ചെയ്യാം. മോഡൽസിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ടാവും. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡൗൺലോഡ് ചെയ്യുക. അതായത് ഇതിപ്പം കുറച്ച് ഓക്കെയാണ്. ഇത് തന്നെ എടുക്കാം. ഡൗൺലോഡ് ചെയ്തു. അതിന് ഫയലിൽ ഇമ്പോർട്ട് ചെയ്യുന്നിട്ട് ഡൗൺലോഡിൽ ആ ട്രീ എടുക്കുക. ഇത് തന്നെയാണ്. നമുക്കൊന്ന് സ്കെയിൽ ചെയ്തിട്ട് അതിനിങ്ങനെ ഓക്കെ, അതിൻ്റെ ഒരു 3 കോപ്പി മതി. ഒന്ന് ഇവിടെ, അതേപോലെ ഒന്ന് ഇവിടെ ഫുള്ളായിട്ട് കാണണ്ട, ജസ്റ്റ് ഒരു സൈഡ് കാണുന്ന രീതിയിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൻ്റെ 3 കോപ്പി വെച്ച് നമുക്കിനി ഇത് റെൻഡർ ചെയ്ത് നോക്കാം. അതിന് മുന്നിട്ട് ഈ ലീഫിന് ഒരു കളർ കൊടുക്കണം. സോ ഇതിൻ്റെ കളറല്ല, അതിൻ്റെ റിഫ്ലക്ഷൻ വേണം. ഏലക്കൊരു ട്രാൻസ്ക്ലൻസി ഉണ്ടാവും. ട്രാൻസ്ക്ലൻസി തന്നെയല്ലേ പറയുക? അതൊന്ന് ട്രാൻസ്പെറൻസി ഏതോ ഒന്ന് സംഭവം അത് കൊടുക്കണം. അതിന് ഇവിടെ വന്നിട്ട് റിഫ്ലക്ഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ റിഫ്ലക്ഷനിൽ ഒന്ന് റിഫ്ലക്ഷൻ കളർ കുറച്ചൊന്ന് കൂട്ടി വെക്കുക. ശരിക്കും ഇതിൻ്റെ അകത്ത് വേറൊരു സാധനം കൂടി ഉണ്ട്. എന്താ പറയണ്ടത്, നമ്മുടെ ഒരു വെളിച്ചം കിടക്കുമ്പോൾ ഒരു എഫക്റ്റ് വരുന്ന ഒരു ഇതുണ്ട്. പക്ഷേങ്കിൽ
കറക്റ്റ് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഞാൻ 3ds Maxൽ മാത്രമേ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. നമുക്കിത് ട്രൈ ചെയ്യാം. ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഫ്രെയിം മാറ്റുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ പോർച്ച് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ കാറൊന്നും കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലമില്ല. ശരിക്കും ഇതിൻ്റെ മുന്നിൽ നമുക്ക് വേണ്ടെങ്കിൽ ഒരു കാർ പ്ലേസ് ചെയ്യാം. പക്ഷേങ്കിൽ ഇതിൽ ഒരു പോർച്ച് ഇല്ലാത്ത വീടായതുകൊണ്ട് ഞാൻ കാറ് വെച്ചിട്ടില്ല. ഇനി നമുക്ക് ശരിക്കും ഇവിടുന്ന് ഇതിന് വെളിച്ചം വരുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ ഷാഡോ വരും ശരിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ട്രീ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ പുറകിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഉള്ള ഒരു ട്രീ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ഓൾറെഡി ഉള്ള ഒരു ട്രീ കൊണ്ടുവന്നിട്ട് ഞാനിതിൻ്റെ ഈ ഒരു ട്രീ ഞാൻ ഇവിടത്തേക്ക് ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നാണ് ഇതിൻ്റെ സൺലൈറ്റ് വരുന്നത്. അപ്പം ഇവിടെ സൺലൈറ്റ് മീൻസ് നമ്മൾ HDR എന്നുള്ള വെളിച്ചം വരിക. HDR ഒരു സൺ ഉണ്ടാവും. ആ സണ്ണിൻ്റെ വെളിച്ചം വരിക ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ആ ട്രീ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെളിച്ചത്തിൽ തട്ടിയിട്ട് ഇവിടെ ഇതിന് ഷാഡോ വരും. സോ അങ്ങനെയാണ് ഇതിൽ ഷാഡോ വരിക. ഇപ്പം നമ്മൾ പ്ലേസിംഗ് ഒക്കെ കറക്റ്റായി. ഇനി നമുക്ക് ഇതാണ് ശരിക്കും നിങ്ങൾക്ക് ആ വ്യൂ കറക്റ്റായിട്ട് കിട്ടാനുള്ള ഒരു വകുപ്പ്. ഇവിടെ എസറ്റ് ലൈബ്രറി ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ മൊത്തത്തിൽ ലാഗാണ്. ഒരു മിനിറ്റ്. സെറ്റിങ്സ്, റെൻഡർ ഔട്ട്പുട്ട് എടുക്കുക. ഇപ്പോൾ 5.4 റേഷ്യോയിലാണുള്ളത്. നമ്മൾ 6.9 റേഷ്യോയിൽ വെക്കുന്ന സമയത്ത് നമ്മളിതിനെ പുറകോട്ടേക്ക് മൂവ് ചെയ്യണം. പക്ഷേ മൂവ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ട്രീസ് ഉണ്ട്. അപ്പോൾ അത് കവറായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറകിലുള്ള ട്രീനെയൊക്കെ ഫസ്റ്റ് മൂവ് ചെയ്ത് വെക്കണം പുറകോട്ടേക്ക്. ഇതാണ് പ്രശ്നം വരിക. അന്നേരത്ത് നമുക്ക് ആ ഫുൾ വ്യൂവിൽ ആ ഫ്രെയിമിൽ ആ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനത്തിനെയൊക്കെ രണ്ടാമത് ഫുള്ളായിട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് മൂവ് ചെയ്ത് ഇവിടുന്ന് മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് ആ സാധനം അങ്ങനെ റെൻഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഈ ട്രീനെയൊക്കെ ഒന്ന് പുറകിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇവിടെ ക്യാമറയിലേക്ക് വരിക. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് പുറകോട്ടേക്ക് മൂവ് ആവണം. ഇങ്ങനെ നമ്മൾ പുറകോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഫ്രെയിമായിട്ടുള്ള വ്യൂ. അപ്പോൾ നമ്മൾ താഴോട്ടേക്കുള്ള വ്യൂവിൽ വരണം. എന്നാലേ നമുക്ക് മുകൾ ഭാഗം കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ക്യാമറ വ്യൂവിൽ നമ്മൾ 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നോക്കിയാൽ ഉണ്ടാവുക. ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ആ ഒരു വ്യൂ കിട്ടും. ഇപ്പം ഇങ്ങനെയാണ് വ്യൂ ഉള്ളത്. സോ ഞാൻ ഇതിൻ്റെ ഈ പ്ലാന്റിനെയൊക്കെ ഒന്ന് പുറകോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചു. ഒരു പ്ലാന്റിന് ഇവിടെയും ഒരു പ്ലാന്റിന് കുറച്ച് സെൻറ്ററിലോട്ടേക്ക് ആക്കിയിട്ട് മൂവ് ചെയ്ത് വെച്ചു. നല്ല ക്ഷമ വേണം. എടാ പിടി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പരിപാടി ഇതിനകത്ത് നടക്കില്ല. കറക്റ്റ് മൂവ്മെൻറ്റ് ഒന്നും ഒരേ ലെവലിലല്ല നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റക്കാവും. സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യം പിടിച്ച് അവിടെ ഇവിടെയും പിടിച്ച് ഞെക്കും. അപ്പോൾ അത് ക്ലോസ് ആയി പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിവിടെ ആഡ് ബട്ടൺ കൊടുത്തു. അപ്പോൾ പുതിയൊരു ഫ്രെയിം, പുതിയൊരു സീൻ ആഡായി. ഈ സാധനം നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. ടെസ്റ്റ് റെൻഡർ അടിക്കുന്നുണ്ട്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ റെൻഡർ അടിച്ചിട്ട് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ വെളിച്ചം അധികമായിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ വെളിച്ചം നല്ലപോലെ അടിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മരങ്ങളെ ഇവിടുന്ന് പുറകിലേക്ക് നീക്കിയായിരുന്നു. ആ സമയത്ത് വെളിച്ചം ഫുള്ളായിട്ട് കയറി. നമുക്കിപ്പോൾ മരത്തിൻ്റെ മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള വകുപ്പില്ല. ഇനി ഒരേ ഒരു പണിയുള്ളത് ആ മരത്തിനെ നമുക്ക് മുകളിലേക്ക് നീക്കി വെക്കാം. അപ്പം നമ്മൾ രണ്ടാമതും ക്രാഷായി. അതാണ് കാരണം.
അപ്പം ഈ നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ഈ പ്ലാന്റുകൾ ട്രീസ് ഇതൊക്കെ കൂടുതലാവുന്ന സമയത്ത് സംഭവം സിസ്റ്റം ഹാങ് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ അധികം പ്ലാന്റുകൾ കാര്യങ്ങളൊന്നും വെക്കാണ്ട് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇവിടെ എന്തുകൊണ്ടാണ് ബാക്കിൽ പ്ലാന്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന സൺലൈറ്റ് ഇതിലേക്ക് അടിക്കും. അപ്പം ചിലപ്പം ബ്ലീച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഷെയ്ഡ് പോലെ ഞാനിവിടെ ബാക്ക് സൈഡിൽ ഒരു ട്രീ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഇവിടെ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് കവറായി പോവും. അതുകൊണ്ട് ഞാൻ അവിടെ വെക്കുന്നില്ല. അതേപോലെ ഈ ഒരു പ്ലാന്റിനെയും പിന്നെ കുറച്ച് പുറകിലേക്ക് നീക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഒന്ന് ടെസ്റ്റ് റെൻഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫൈനൽ റെൻഡർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്ലാസ് സ്റ്റക്കായതിന് ശേഷം ഞാനത് റീപ്ലേസ് ചെയ്തായിരുന്നു. സോ അതെങ്ങനെ ചെയ്തതെന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഏത് ഗ്ലാസ്, ഈ ഗ്ലാസ് ആയിരുന്നു ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ പിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്ലാസ് വരും. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് മുന്നിട്ട് തന്നെ. അതിന് പകരം ഞാൻ ഈ ഗ്ലാസ് വിൻഡോ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ മെറ്റീരിയൽസിൽ നമ്മൾ സാധാരണ വീറെ മെറ്റീരിയൽസിൻ്റെ അത് തന്നെ ഗ്ലാസ്സിൽ ആ ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചേഞ്ച് ചെയ്തില്ല. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ ബ്രൂട്ട് ഫോഴ്സ് എന്നുണ്ടായിരുന്നത് ഞാൻ മാറ്റിയിട്ട് ഇറിഡിയൻസ് മാപ്പിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ -0 എന്നായിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങൾക്ക്, അത് -3യിലേക്ക് ചേഞ്ച് ചെയ്തു. വേറെ ഒരു സെറ്റിങ്സും വേറെ എവിടെയും ചേഞ്ച് ചെയ്തിട്ടില്ല. പ്രോഗ്രസീവ് റെൻഡർ ഓഫ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പ്രോഗ്രസീവ് റെൻഡർ ഓൺ ആക്കിയിട്ട് തന്നെ നോക്കാം. കാരണം നമ്മൾ ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടെസ്റ്റ് ഒന്ന് പ്രോഗ്രസീവ് റെൻഡർ ഓൺ ചെയ്തിട്ട് ഇട്ട് നോക്കാം. അതിന് മുന്നിട്ട് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രസീവ് റെൻഡറിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം എൻ്റെ വോയിസ് ബ്രേക്ക് ആവും. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ റിഫ്ലക്ഷനിൽ ഒന്നുമില്ല, കാരണം പ്ലെയിൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രീ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രീൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ കാണിക്കും. പക്ഷേങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചോ, ഓരോ കോപ്പി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സിസ്റ്റം ഹാങ് ആവും. അതുകൊണ്ട് നോക്കിയിട്ട് സിസ്റ്റം ഹാങ് ആവാത്ത രീതിയിൽ കൊടുത്താൽ മതി. സ്റ്റോപ്പ് ചെയ്ത് വർക്ക് ചെയ്യുക. ഞാനിത് റെൻഡറിൽ ഇട്ടുകൊണ്ട് തന്നെ ഇൻറ്ററാക്റ്റീവിൽ ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് സിസ്റ്റം ഹാങ് ആയി പോയത്. സോ അതുകൊണ്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ക്യാമറ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇവിടെ ക്യാമറ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ബാച്ച് ലോക്ക് ക്യാമറ ഓപ്ഷന്. നിങ്ങൾ റെൻഡർ ചെയ്തിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് PNG ഫോർമാറ്റിൽ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ബാക്കിയൊക്കെ ഓക്കെയാണ്, റിഫ്ലക്ഷൻ കറക്റ്റായി, ലൈറ്റിംഗ് ഒക്കെ ഓക്കെയാണ്. ഇനി നമുക്കിത് ഫൈനൽ റെൻഡർ ഔട്ട് എടുക്കാം. സോ ഞാനിത് ഫൈനൽ റെൻഡർ ഔട്ട് എടുക്കാൻ പോകുന്നത് ഇതേ ക്വാളിറ്റി തന്നെയാണ്, 2000. ഇതിൽ നിന്ന് മാറ്റുന്നൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെൻഡർ സ്റ്റാർട്ടാവും. ഇപ്പോൾ റെൻഡർ സ്റ്റാർട്ടായി.
സോറി സോറി നമ്മൾ പ്രോഗ്രസീവ് റെൻഡറിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ആ പ്രോഗ്രസീവ് ഓഫാക്കിയിട്ട് ഫൈനൽ റെൻഡർ അടിക്കുകയാണ്. ഇതിനൊരു മാറ്റവും ഇല്ല, ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ ഫൈനൽ റെൻഡർ അടിക്കുക. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് കാണാം ഈ ഗ്ലാസ്സിൽ റിഫ്ലക്ഷനൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ട്രീസ്, പ്ലാന്റുകൾ ഒക്കെ റെഡിയാണ്. അപ്പം ട്രീയൊക്കെ വെക്കുമ്പോഴുള്ള കുഴപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ട്രീസ് വരുന്ന സമയത്ത് ആ ഒരു ഇതിപ്പോൾ ഡീനോയ്സർ ഞാൻ ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ നോയ്സ് ഇങ്ങനെ നിൽക്കുന്നത്. ഡീനോയ്സർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോയ്സൊക്കെ ക്ലിയർ ആയിട്ട് പോകും. സോ പ്ലാന്റുകൾ വെക്കുന്ന സമയത്ത് സൂക്ഷിക്കുക. ഒരുപാട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ റെൻഡർ ചെയ്ത ആ ഫയൽ നമുക്ക് ഫോട്ടോഷോപ്പിലിട്ടിട്ട് ഒന്ന് സ്കൈ റീപ്ലേസ് ചെയ്യാം. സോ സോറി, ഇതാണ് നമ്മൾ റെൻഡർ ചെയ്ത ഫയൽ. സോ PNG ആയിട്ട് സേവ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കട്ടായി പോയിട്ടുണ്ടാവും. ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. JPEG ആണ് നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കാണിക്കും. സോ PNG ആയിട്ട് സേവ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇനി സ്കൈ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സ്കൈ റീപ്ലേസ്മെൻറ്റ് ഇപ്പം പുതിയ ഫോട്ടോഷോപ്പ്, അതായത് ഫോട്ടോഷോപ്പ് 2021 വന്നത് പുതിയതിൽ സ്കൈ റീപ്ലേസ്മെൻറ്റ് നമുക്ക് ഇതിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം ഒരു ഷോർട്ട് കട്ട് പോലെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട് സ്കൈ റീപ്ലേസ്മെൻറ്റിൻ്റെ ടൂളുകൾ. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഇതിലൊരു സ്കൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൈ റീപ്ലേസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. സോ നമുക്കിതിലൊരു സ്കൈ വേണം. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് ഒരു സ്കൈ എടുക്കാം. എൻ്റെ അടുത്ത് ഒരു സ്കൈ ഉണ്ട്, അപ്പം നമുക്ക് അത് എടുത്തിട്ട് തന്നെ നോക്കാം. സോറി. അപ്പം സ്കൈ ടെക്സ്റ്റേഴ്സ് അധികമൊന്നുമില്ല എൻ്റെ കയ്യിൽ, കുറച്ച് ടെക്സ്റ്റേഴ്സേ ഉള്ളൂ. ഞാനിതിനകത്ത് സാധാരണ ഒരു സ്കൈ എടുത്തു, ഇതൊന്ന് സ്കെയിൽ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാക്കിയിട്ട് ആ സ്കൈ പ്ലേസ് ചെയ്തു. ഇങ്ങനെ നമുക്ക് സാധാരണ സ്കൈ, പലതരത്തിലുള്ള സ്കൈ, ഏത് സ്കൈ വേണ്ടിക്കലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അത് ഇപ്പം നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ സ്കൈ എടുക്കാം. പക്ഷേങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക്, ഇപ്പം നിങ്ങൾ ഗൂഗിൾ ഇഷ്ടംപോലെ സ്കൈൻ്റെ ടെക്സ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടും, സ്കൈൻ്റെ ഇമേജസ് കിട്ടും. ആ ഇമേജസ് വെച്ചിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻ ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഈ സ്കൈ, ഈ പിക്ചർ നമ്മൾ രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് Ctrl+Alt+Shift+E പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ലെയർ അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിനെ ഒരു ഒറ്റ ലെയറാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. സോ നമുക്ക് നമുക്ക് ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് അയ്യോ നമ്മുടെ പഴയത് തന്നെ സ്കൈ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് ഈ സ്കൈ റീപ്ലേസ് ചെയ്യാൻ പറ്റും. Ctrl+Shift+Alt+E അതാണ് ഷോർട്ട് കട്ട്. സോ നമ്മൾ സ്കൈ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഒറ്റ ലെയറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലെയറായിരിക്കും. ഇതിനകത്ത് പുതുതായിട്ട് വന്ന 2021 പുതുതായിട്ട് വന്നത് ഫയലിൽ സ്കൈ റീപ്ലേസ്മെൻറ്റ്, എഡിറ്റിൽ സ്കൈ റീപ്ലേസ്മെൻറ്റ് എന്നിട്ട് ഒരു പുതിയ ടൂള് വന്നിട്ടുണ്ട്. അപ്പം അതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ സീനിലുള്ള സ്കൈനെ അത് റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് റീപ്ലേസ് ആയി. ഇപ്പോൾ ഈ സ്കൈ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൽ തന്നെ പല ടൈപ്പിലുള്ള സ്കൈ ഇവിടെ അവർ പ്രീ ബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്കൈ റീപ്ലേസ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മാച്ച് ആവുന്ന രീതിയിലുള്ള ഏത് സ്കൈയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ റീപ്ലേസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക്
പെട്ടെന്ന് നമുക്കൊരു സ്കൈ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു സ്കൈ വെക്കണം. ആഫ്റ്റർ റെൻഡർ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, നമ്മുടെ അത്രയ്ക്ക് സ്കൈൻ്റെ ടെക്സ്ചർ ഉണ്ടായെന്നും വരില്ല. ആ രീതിയിൽ നമുക്ക് ചെയ്യേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ തന്നെ ഈവനിങ് സ്കൈ ഉണ്ട്, എന്താ പറയണ്ടേ, പല ടൈപ്പിലുള്ള സ്കൈ ഉണ്ട്. ഈവനിങ് സ്കൈ ഉണ്ട്. ഇനി ഇപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ഈവനിങ് നൈറ്റ് മോഡായി. അതേപോലെ തന്നെ ഈവനിങ് ആയിട്ടുള്ള പല ടൈപ്പിലുള്ള സ്കൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സ്കൈ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ 21 ഉള്ള ആൾക്കാർ അറിയായിരിക്കും, അല്ല ഇല്ലാത്ത ആൾക്കാർ ഒന്ന് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ സ്കൈ റീപ്ലേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് നമ്മൾ സ്കൈ റീപ്ലേസ് ചെയ്ത് ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ സ്കൈ റീപ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഫിൽറ്ററിൻ്റെ അകത്ത് ക്യാമറ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിലേക്ക് പോവുക. ആ ഫിൽറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതിൻ്റെ എക്സ്പോഷർ, അതേപോലെ കോൺട്രാസ്റ്റ്, പിന്നെ ഷാഡോസ്, ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ കർവ് എഡിറ്റ് നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന സാധനം തന്നെയാണ്, പക്ഷേങ്കിൽ കുറച്ചും കൂടി ഒന്ന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, എഫക്ട്സ്, ജോമെട്രി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ ചെയ്തിട്ട് കുട്ടപ്പനാക്കിയതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ നമുക്ക് റെഡി. അപ്പം ഇങ്ങനെയാണ് സ്കൈ റീപ്ലേസ് ചെയ്യുന്നതും ഫോട്ടോഷോപ്പ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് വർക്ക് ചെയ്തതും. സോ നമുക്കിനി ഇതിൻ്റെ നൈറ്റ് വ്യൂ എങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ അറിയിച്ചാൽ മതി, നമുക്കതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.